കേരള രാഷ്ട്രീയത്തിൻ്റെ മാനം ഡയമെൻഷൻ അർത്ഥത്തിൽ മാനം എന്ന് പറഞ്ഞാൽ അപമാനമല്ല, ഡയമെൻഷൻ മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഡയമെൻഷൻ മാറും? ഒന്ന്, ശക്തമായ ത്രികോണ മത്സരം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു, ഒന്നാമത്തെ ഡയമെൻഷൻ. രണ്ട്, ഒരു പാർട്ടിയും അടുത്ത പാർട്ടിയുമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ ഡീലില്ല, ഒരു ഡീലുമില്ല. പക്ഷെ മണ്ഡലാടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലുകളുണ്ട്, എല്ലാവരും ഉണ്ട്. CPM-ഉം BJP-യുമായുണ്ട്, തിരിച്ചു പറഞ്ഞാൽ BJP-യും CPM-ഉമായിട്ടുണ്ട്, CPM-ഉം കോൺഗ്രസുമായിട്ടുണ്ട്, കോൺഗ്രസും BJP-യുമായിട്ടുണ്ട്, SDP-യും BJP-യുമായിട്ടുണ്ട്, SDPI-യും CPM-ഉമായിട്ടുണ്ട്, SDPI-യും കോൺഗ്രസുമായിട്ടുണ്ട്, PDP, ഇങ്ങനെ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലുകളുള്ള, മണ്ഡലാടിസ്ഥാനത്തിൽ ഡീലുകളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയൊരു വ്യത്യാസമാണ്. അടുത്ത് വരാൻ പോകുന്നൊരു ബ്രേക്ക് ത്രൂ ഉണ്ട് കേരളത്തിൽ. AK ആൻ്റണിയെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ, ഇപ്പം തന്നെ ആൻ്റണിയൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വല്ലപ്പോഴും വന്നൊരു പ്രസ്ഥാനം നടത്തുമെന്നുള്ള ആ ഒരു സീനിയർ തലമുറ കഴിഞ്ഞു, അവരുടെ കാലം കഴിഞ്ഞു. ഇപ്പുറത്തെടുത്താൽ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ, അടക്കമെന്നേ പറയാനുള്ള പിണറായി വിജയൻ മാത്രമാണ് അതിനകത്ത് പറയാൻ കഴിയുന്നത്, അവരുടെ ആ ഒരു തലമുറയും കഴിഞ്ഞു. ഇപ്പോഴുള്ള 35 വയസ്സുകാരനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ചൊക്കെ ത്യാഗവും മറ്റൊക്കെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ 25 വയസ്സുകാരന് ഇതൊന്നും ബോധറേഷനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതാരാണ് രാജ്യത്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ആരാണ് വികസനം കൊണ്ടുവരുന്നു, ആരാണ് നല്ല സെലിബ്രിറ്റി നേതാക്കളായി വരുന്നത്, അവരോടാണ് താല്പര്യം വരിക. ഇനി ഇപ്പോഴത്തെ 20 വയസ്സുകാരനെ നിങ്ങൾ എടുത്തു നോക്കൂ, അവൻ ഇതിലൊന്നിലും ബോധറേഷനില്ല. 18 വയസ്സിൽ വോട്ടുണ്ട്, 18 വയസ്സിൽ വോട്ട് ചെയ്യുന്നൊരു കുട്ടി, ഇപ്പം 18 വയസ്സിൽ വോട്ട് ചെയ്യുന്ന കുട്ടി ഇതിലൊന്നിലും ബോധറേഷനുള്ള ആളല്ല. ഒരു പൊളിറ്റിക്സും ഇല്ല, ഒരു ആദർശവും ഇല്ല, അവർക്കൊരു പൊളിറ്റിക്കൽ വിദ്യാഭ്യാസവും കിട്ടിയിട്ടില്ല. പുന്നപ്രയിൽ വാരിക്കുന്നം, വയലാറിലെ വാരിക്കുന്നം, പുന്നപ്രയിലെ കത്തി എന്ന് പറഞ്ഞാലൊന്നും ഇനി ഓടില്ല. അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, പിന്നെ മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ന്യൂജൻ ചിന്തകൾ, AI, അതുപോലുള്ള വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് എല്ലാ പാർട്ടിയും തുല്യമാണ്. അതുകൊണ്ടാണ് വരാനിരിക്കുന്നത് BJP-യുടെ ഒരു വസന്തകാലം കൂടിയാണ്. അതിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആണ് കേരളത്തിൽ. ഇത് BJP എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരും കോൺഗ്രസും CPM-ഉം ഒക്കെ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ്, 2026 തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ ബ്രേക്ക് ത്രൂവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. കൃത്യമായ പൊളിറ്റിക്കൽ പോളറൈസേഷൻ്റെ തെരഞ്ഞെടുപ്പാണ്. രണ്ട് കേരളമാണ് ഇനി. 2026 മുമ്പുള്ള ഒരു പൊളിറ്റിക്കൽ കേരളവും 26 ശേഷം വരാൻ പോകുന്നൊരു പൊളിറ്റിക്കൽ കേരളവും. ഈ വരാൻ പോകുന്ന പൊളിറ്റിക്കൽ കേരളത്തിൽ ഇപ്പോഴുള്ള ഒരു തലമുറ അങ്ങ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ ആരോഗ്യപരമായിട്ടൊക്കെ എങ്കിലും സീൻ വിട്ടാൽ, കളം വിട്ടാൽ, പിന്നെ ആദർശാധിഷ്ഠിതമായ, തത്വാധിഷ്ഠിതമായ, അല്ലെങ്കിൽ പണ്ടത്തെ ത്യാഗം, അപ്പൂപ്പൻ ചാണകത്തറയിൽ കടന്ന കഥയും ഒളിവിൽ കഴിഞ്ഞ കഥയുടെയൊക്കെ കാലം കഴിഞ്ഞു. പിന്നെ എല്ലാവരും തുല്യരാണ് എന്നുള്ള, അതിലേറ്റവും കൂടുതൽ ഓടുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് കാണിക്കുന്ന ആരാണ്, അവർ ചാമ്പ്യന്മാർ. ഇതാണ് പുതിയ രാഷ്ട്രീയം. അപ്രമാദിത്വം ഒന്നും ആർക്കുമില്ല, അസ്പൃശ്യത്വമില്ല. BJP ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മത്തവരും അവരും മോശക്കാരും വർഗീയവാദികളെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. ഇന്ന് ആരൊക്കെയാണ് BJP-യിൽ ചേരുന്നത്? എത്ര മനോഹരമായിട്ടാണ് മോദിയൊക്കെ വരുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് പോയി അദ്ദേഹത്തെ ഒന്ന് തൊടാൻ, അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ. ഇവിടെ വാജ്പേയിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്. വല്ല കരിസ്മാറ്റിസം ഉണ്ടായിരുന്നോ? ഇപ്പോൾ കരിസ്മാറ്റിസമാണ്. മണിക്കൂറുകളാണ് ആളുകൾ പോയി ക്യൂ നിൽക്കുന്നത്, അല്ല ഇരിക്കുന്നത് നരേന്ദ്രമോദിയെ കാണാൻ. എങ്ങനെ ഈ മാറ്റം കേരളത്തിലുണ്ടായി? ഇതെല്ലാം പഴയ കമ്മ്യൂണിസ്റ്റുകാരോ പഴയ കോൺഗ്രസ്സുകാരോ തന്നെയാണല്ലോ, അല്ല പുതിയതായിട്ട് ആളുകളൊന്നും ഇവിടെ വന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പഴയ കാല ആളുകളുടെ കാലം കൂടി കഴിയുമ്പോൾ, EMS-ൻ്റെ കാലം കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു അപച്യുതിയുണ്ട്. VS-ൻ്റെ കാലം കഴിഞ്ഞുകൊണ്ട് അത് സമ്പൂർണ്ണമായി CPM-നെ സംബന്ധിച്ച് പിണറായിയുടെ കാലം കൂടെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ, പിണറായി ഇപ്പോൾ ജയിക്കുമല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്, അത് നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ജയിച്ചാലും ഇല്ലെങ്കിലും വരാനിരിക്കുന്ന കാലം അത്ര ശോഭനമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ ശോഭനമായി വരുന്നത് എല്ലാവരും തുല്യരാണ്. അതിൽ ഞാൻ പറഞ്ഞോളൂ, ഈ ഓട്ടത്തിൽ ആർക്കും ജയിക്കാവുന്ന, ആര് വേണോ ഏറ്റവും കൂടുതൽ ഓടുന്നത് അവർക്ക് ജയിക്കാവുന്ന പുതിയൊരു പൊളിറ്റിക്കൽ സാഹചര്യത്തിലേക്കാണ്
കേരളം മാറി. അത് ന്യൂജൻ്റെ കാലമാണ്, പുതിയ തലമുറയുടെ കാലമാണ്, അവർ മാറി ചിന്തിക്കുന്നതിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഇത് കഴിയും. ആ കാലഘട്ടത്തിൽ കഴിയുന്നത് പ്രകൃതിയുടെ ഒരു നിയമം കൂടിയുണ്ട്, അതുകൂടി പറയേണ്ടതുണ്ട്. ഏതൊരു പ്രസ്ഥാനമായാലും, ഏതൊരു ഇടമായാലും, രാജ്യമായാലും പ്രസ്ഥാനമായാലും ഒരു പർട്ടിക്കുലർ വർഷം കഴിയുമ്പോൾ അത് നശിക്കുന്ന, അതിൻ്റെ പ്രവൃത്തി ദോഷങ്ങൾ കുഴപ്പമാണെങ്കിൽ അത് നശിക്കും. പക്ഷെ നശിക്കുന്നത് പുറത്തുള്ളവരെ കൊണ്ടല്ല, അകത്തുള്ളവരെ കൊണ്ട് തന്നെയാണ് അത് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി നിയമം. അപ്പോൾ അത് ഇവിടെ സംഭവിക്കുന്നത്, ഇത് CPM എടുത്താലും കോൺഗ്രസ് എടുത്താലും BJP എടുത്താലും ഏത് പാർട്ടി എടുത്താലും, അവരുടെ ആഭ്യന്തര കലഹവും ആഭ്യന്തര കലാപവും അതിനകത്തുള്ള വ്യക്തികളുടെ മൂല്യശോഷണം കൊണ്ടും വ്യക്തികളുടെ മൂല്യാധിഷ്ഠിതമായ ജീവിതമില്ലാത്തത് കൊണ്ടും അവർ നൽകുന്ന സന്ദേശങ്ങൾ കൊണ്ടും അവർ കാണിക്കുന്ന ഉടായ്പകളും ഗോസിപ്പുകളും തരികിടകളും കൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തോട് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരികയും എല്ലാ പ്രസ്ഥാനവും തുല്യമാണ്, എല്ലാ പാർട്ടികളും തുല്യമാണ്, അതിൽ ഏറ്റവും കൂടുതൽ മെരിറ്റുള്ളത് ആര് എന്ന് നോക്കുന്ന ഒരു കാലത്തിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പാണ് 2026. ഈ തെരഞ്ഞെടുപ്പ് മുതൽ കാലം മാറി. നോക്കൂ, ഇവിടെ തത്വാധിഷ്ഠിത നിലപാടോ ആദർശാധിഷ്ഠിത നിലപാടോ മൂല്യാധിഷ്ഠിത നിലപാടോ ഒന്നുമില്ല. അവർ 5 ഗ്യാരണ്ടി കൊടുക്കുമെങ്കിൽ ഞങ്ങൾ 10 ഗ്യാരണ്ടി കൊടുക്കും. അവർ 3000 രൂപ കൊടുക്കുമെങ്കിൽ ഞങ്ങൾ 3500 കൊടുക്കും. ഇങ്ങനെ അവർ നേരിട്ട് പൈസ കൊടുക്കുമെങ്കിൽ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൊടുക്കും. അവർ ക്യാഷായിട്ട് കയ്യിൽ കൊടുക്കുമെങ്കിൽ ഞങ്ങൾ അക്കൗണ്ടിലിട്ട് കൊടുക്കും. ഇങ്ങനെ ജനങ്ങളെ വേറൊരു തരത്തിൽ മോഹിപ്പിച്ച് വാഗ്ദാന പെരുമഴകൾ കൊണ്ട് എല്ലാവരെയും ഉയർത്തി നിർത്തുന്ന ഒരു മോഹവലയത്തിൽ നിർത്തുമ്പോൾ അവിടെ ഇല്ലായ്മയായത് പൊളിറ്റിക്സാണ്, രാഷ്ട്രീയ ചിന്തകളാണ്, പാരിസ്ഥിതിക ചിന്തകളാണ്, മറ്റൊരുപാട് ചിന്തകൾ താഴെ പോയിട്ടുണ്ട്. അതിനൊന്നും ഒരു സ്പേസുമില്ലാത്ത തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കമാണ് 2026. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ പാർട്ടികൾക്കും സാധ്യതയുണ്ട്. BJPക്കൊക്കെ വലിയ സാധ്യതയാണ് ഇനി വരാൻ കിടക്കുന്നത്. മുമ്പോട്ടുള്ള യാത്രയിൽ വലിയ സാധ്യതയാണ് നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തലമുറ, സീനിയർ നേതാക്കളുടെ ഒരു തലമുറ BJPയിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസിലും CPMൻ്റെയും ഒരു തലമുറ അങ്ങ് തീരുമ്പോൾ, ബിനോയ് വിശ്വത്തിൻ്റെ കൂടെ എടുത്തോളൂ, CPIലിന് അടുത്ത് ആരാണ് വലിയ നേതാവ്? ആരുമില്ല. പിണറായി വിജയൻ കഴിഞ്ഞാൽ ആരാണ് CPMനെ നയിക്കാൻ കഴിയുന്നൊരു നേതാവ്? ഇല്ല. അവിടെ എല്ലാ പാർട്ടികളും തുല്യമാണെന്നും എല്ലാ മുന്നണികളും തുല്യമാണെന്നും വലിയ സ്പേസ് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡീലുണ്ടോ എന്ന് ചോദിച്ചാൽ ഡീലുണ്ട്. സംസ്ഥാന അടിസ്ഥാനത്തിലല്ല ഡീലുള്ളത്, വ്യക്തി അധിഷ്ഠിതമായ ഒരുപാട് ഡീലുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയുന്ന പോലെ തന്നെ BJP എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ രസകരമായി പഠിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസർച്ച് ചെയ്യുന്നവർക്ക് മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പാണ് 2026.